ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ മുട്ട പഫ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായ സമയത്ത് ഇതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ അതിന് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായ സമയത്തോട്ടേക്ക് ഇതിലോട്ടേക്ക് സവാള ചെറുതായി കട്ടാക്കി എടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്. എന്നിട്ട് സവാള ഞാനിവിടെ 4 വലിയ സവാള ചെറുതായി കട്ടാക്കി എടുത്തതാണ്. അപ്പം എത്രത്തോളം റെഡിയാക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് കൂടുതലാണ് റെഡിയാക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം സവാള ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഏകദേശം 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആവശ്യത്തിന്. ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മാവ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പം എത്രത്തോളം റെഡിയാക്കുന്നത് അതിനനുസരിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. ഞാനിവിടെ കൂടുതൽ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ്. ഇനി ഇതിലോട്ടേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ സാധാരണ ഇപ്പം ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതിലും കുറച്ച് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറച്ചും കൂടി ഓയിലും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പം ഓയിൽ ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എത്രത്തോളം നമ്മൾ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാൻ പറ്റും അത്രത്തോളം പഫ്സ് അടിപൊളിയായിരിക്കും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ കുറച്ചും കൂടി ഓയിലൊന്ന് സ്പ്രെഡാക്കിയിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഞാനിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിലോട്ടേക്ക് മൈദ ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല തിന്നായിട്ട് നമുക്ക് എത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കി പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ഓയിലോ എന്തായാലും സാരില്ല, അത് ഒന്ന് തൂക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് എല്ലാവരും സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഫ്സൊക്കെ സാധാരണ നല്ല ലെയറായിട്ടല്ല ഉണ്ടാകുക, അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ചെയ്തെടുക്കുന്നത് ചെയ്യാം, പക്ഷേ ലെയറായി കിട്ടൂല. എന്നിട്ട് ഞാൻ വീണ്ടും അത് മടക്കിയിട്ട് രണ്ടാമത് അങ്ങനെ ചെയ്യാണ്. അപ്പം നല്ല ലെയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ 2 വട്ടം അങ്ങനെ അത് തന്നെ മടക്കി ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഷേപ്പിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലോട്ടേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് മുട്ടയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. മുട്ട ഇതുപോലെ കട്ടാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് യോജിപ്പിക്കാം. ഇതുപോലെയാണ് ആക്കിയെടുക്കുന്നത്. ഏകദേശം പഫ്സിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയാണല്ലോ. അപ്പോൾ അതുപോലെ ഞാനിവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. പിന്നെ ഇപ്പം ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത്. അഥവാ അതില്ലെങ്കിൽ പാനിൽ വെച്ചിട്ടായാലും ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് കുറച്ചൊന്ന് ഗീ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഇതിലേക്ക് 5 പഫ്സോളം നമുക്ക് റെഡിയാക്കാം. ഞാനിവിടെ 4 വെച്ചിട്ടുള്ളൂ, വീണ്ടും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്ത്, ഒരു മുട്ട പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ സ്പൂൺ വെച്ച് ഒന്ന് മിക്സാക്കി എടുത്തതാണ്. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 150 ഡിഗ്രിയിൽ ഒരു 30 അല്ലെങ്കിൽ 25 മിനിറ്റോ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ നമ്മൾ പാനിൽ വെച്ചിട്ടായാലും ചെയ്തെടുത്താൽ മതി കേട്ടോ. അടിപൊളിയായിട്ടുള്ള പപ്സ് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിത് ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതാ നമ്മുടെ പപ്സ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നല്ല സോഫ്റ്റും നല്ല അടിപൊളി, പുറത്ത് ക്രിസ്പിയും ഉൾവശം നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഫ്സാണിത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.